രാമായണ മാസത്തിലെ 5-ാം ദിനമായ ഇന്ന് ശാപമോക്ഷത്തിന്റെ ദിനമാണ്. വിശ്വാമിത്ര മഹർഷിയുടെ യാഗം കഴിഞ്ഞ് മിഥിലയിലേക്കുള്ള യാത്രാമധ്യേ രാമലക്ഷ്മണന്മാർ മനോഹരമായ ഒരു ആശ്രമ പരിസരത്ത് എത്തിച്ചേരുന്നു. അവിടെ ഭംഗിയുള്ള ധാരാളം പൂക്കളും പഴങ്ങളും ഒക്കെ നിറഞ്ഞ ചെടികളും വൃക്ഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആ ആശ്രമ പരിസരത്ത് ഒരൊറ്റ ജീവജാലങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ട് അതിശയം തോന്നിയ ശ്രീരാമചന്ദ്രൻ വിശ്വാമിത്ര മഹർഷിയോട് ചോദിച്ചു, മഹർഷി, ഇത് ആരുടെ ആശ്രമമാണ്? ഇവിടെ എന്താണ് ജീവജാലങ്ങളൊന്നും ഇല്ലാത്തത്? ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഇത് കേട്ട വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, രാമ, ഇതൊരൽപ്പം പഴയ കഥയാണ്. ഇത് ഗൗതമ മഹർഷിയുടെ ആശ്രമമാണ്. വിശ്വഭഗവാനെ തന്റെ തപസ്സിലൂടെ ആരാധിച്ചുകൊണ്ട് ഗൗതമ മഹർഷി ഈ ആശ്രമത്തിൽ താമസിച്ചു വന്നിരുന്നു. അദ്ദേഹത്തിന്റെ ബ്രഹ്മനിഷ്ഠയിൽ സന്തോഷം തോന്നിയ ബ്രഹ്മാവ് വിശ്വസുന്ദരിയായ അഹല്യയെ ഭാര്യയായി കൊടുത്തു. ഭക്തി ബഹുമാനത്തോടുകൂടി അഹല്യ ഗൗതമ മഹർഷിയെ ശുശ്രൂഷിച്ചു പോന്നു. ഈ അവസരത്തിൽ ദേവന്മാരുടെ രാജാവായ ഇന്ദ്രന് അഹല്യയോട് ഒരിഷ്ടം തോന്നി. ഏറെക്കാലം അഹല്യ ഗൗതമ മഹർഷിയോടൊപ്പം ഈ ആശ്രമത്തിൽ തപസ്സനുഷ്ഠിച്ചിരുന്നു. ഒരു ദിവസം ഗൗതമ മഹർഷി സ്നാനത്തിന് പോയ സമയത്ത് ഇന്ദ്രൻ ഗൗതമ മഹർഷിയുടെ വേഷമണിഞ്ഞ് ആശ്രമത്തിലെത്തി. ഗൗതമ മഹർഷി ആണെന്ന് കരുതി അഹല്യ സ്വീകരിക്കുകയും ചെയ്തു. സ്നാനം കഴിഞ്ഞ് തിരിച്ചെത്തിയ ഗൗതമ മഹർഷി തന്റെ വേഷമണിഞ്ഞ് ആശ്രമത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആളെ കണ്ട് കത്തി ജ്വലിക്കുന്ന കോപത്തോട് ചോദിച്ചു, എന്റെ വേഷമണിഞ്ഞ് എന്റെ ആശ്രമത്തിൽ വന്ന നീ ആരാണ്? സത്യം പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ശപിച്ച് ഭസ്മമാക്കി കളയും. ഇത് കേട്ട് ഭയം തോന്നിയ ഇന്ദ്രദേവൻ താൻ ദേവന്മാരുടെ രാജാവായ ഇന്ദ്രദേവനാണെന്നും അറിയാതെ തെറ്റു സംഭവിച്ചു പോയതാണെന്നും തന്നെ ശപിക്കരുതെന്നും പറഞ്ഞു. എന്നാൽ കോപമടങ്ങാത്ത ഗൗതമ മഹർഷി അദ്ദേഹത്തെ ശപിച്ചു. അതേസമയം പേടിച്ചു വിറച്ചു നിൽക്കുന്ന അഹല്യയോട് ഗൗതമൻ പറഞ്ഞു, നീ ഇന്നു മുതൽ ഈ ആശ്രമത്തിൽ ഒരു ശിലാരൂപമായി മാറും. കാറ്റും മഴയും വെയിലും ഒക്കെ സഹിച്ച് ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് നീ ഇവിടെ തപസ് അനുഷ്ഠിക്കുക. ഇന്നു മുതൽ ഇവിടെ ഒരു ജീവജാലങ്ങളും വരികയില്ല. കുറെ കാലം നീ തപസ് അനുഷ്ഠിച്ചു കഴിയുമ്പോൾ ദശരഥ മഹാരാജാവിന്റെ പുത്രനായ ശ്രീരാമചന്ദ്രൻ തന്റെ അനുജനുമായി ഇവിടെ എത്തുകയും അദ്ദേഹത്തിന്റെ പാദം നിന്റെ മുന്നിൽ ഈ ശിലയിൽ സ്പർശിക്കുമ്പോൾ നീ ശാപമോചിതയാവുകയും ചെയ്യും. അന്ന് നീ ശ്രീരാമനെ വണങ്ങുകയും സ്തുതിഗീതങ്ങൾ പാടുകയും ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഗൗതമൻ ഹിമാലയത്തിലേക്ക് തപസ് അനുഷ്ഠിക്കാനായി യാത്ര തിരിച്ചു. വിശ്വാമിത്ര മഹർഷി തുടർന്നു, അന്നു മുതൽ അഹല്യ ആർക്കും കാണാൻ കഴിയാത്തവളായി തീർന്നു. അങ്ങയുടെ പാദസ്പർശങ്ങൾ പ്രതീക്ഷിച്ച് ഉഗ്ര തപസ് അനുഷ്ഠിച്ചു വരികയാണ് അഹല്യ. ഇത്രയും പറഞ്ഞുകൊണ്ട് വിശ്വാമിത്ര മഹർഷി രാമനെയും കൂട്ടി ആ ശിലാരൂപത്തിന്റെ അടുത്തേക്ക് പോയി. രാമൻ തന്റെ പാദങ്ങൾ കൊണ്ട് ചെറുതായി ആ ശിലാരൂപത്തിൽ സ്പർശിക്കുകയും അതൊരു സ്ത്രീരൂപമായി മാറുകയും ചെയ്തു. ഉടൻ തന്നെ രാമൻ മുനിപത്നിയെ വണങ്ങി താൻ രാമനാണെന്നും പറഞ്ഞു. ഇത് കണ്ട അഹല്യയ്ക്ക് വളരെ സന്തോഷമാവുകയും അഹല്യ ശ്രീരാമനെ വണങ്ങുകയും ഇടറിയ സൗണ്ടുകളോടുകൂടി ഇടറിയ ശബ്ദത്തോടുകൂടി രാമസ്തുതികൾ പാടുകയും ചെയ്തു. അങ്ങനെ അഹല്യ പാപമോക്ഷിതയായി തന്റെ ഭർത്താവായ ഗൗതമ മഹർഷിയുടെ സമീപത്തേക്ക് പോന്നു. ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജീവിതത്തിൽ അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകൾക്ക് ദൈവിക സ്നേഹത്തിലൂടെ മോചന സാധ്യതയുണ്ട്. സത്യം, ധൈര്യം, ക്ഷമ ഇവ ദൈവത്തെ ആകർഷിക്കുന്ന ശക്തികളാണെന്ന് കാണിക്കുന്ന കഥയാണ് അഹല്യ മോക്ഷം.